അടുത്ത കേസിൽ കൊടുവള്ളി നഗരസഭയിലെ ഇടത് കൗൺസിലർ കാരാട്ട് ഫൈസൽ കസ്റ്റംസ് കസ്റ്റഡിയിൽ. കൊടുവള്ളിയിലെ വീട്ടിൽ പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് കസ്റ്റംസ് നടപടി. ഷഹീദാണ് ചേരുന്നത്. ഷഹീദ്, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗോപി, അല്പസമയം മുമ്പ് കാരാട്ട് ഫൈസൽ ഇപ്പോൾ കസ്റ്റംസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന വിവരമാണ് പങ്കുവെക്കാനുള്ളത്. ഇന്ന് പുലർച്ചെ തന്നെ ഫൈസലിന്റെ വീട്ടിൽ കസ്റ്റംസ് സംഘം പരിശോധന തുടരുകയായിരുന്നു. അല്പസമയം മുമ്പ് കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. അവരുടെ വാഹനത്തിൽ കൊച്ചിയിലേക്ക് കൊണ്ടുപോയതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് നേരത്തെ കൊടുവള്ളിയിൽ ഈ സമാനമായ രീതിയിൽ കള്ളക്കടത്ത് കേസിൽ പ്രതികളായ നിരവധി പേർക്ക് കസ്റ്റംസ് നോട്ടീസ് നൽകിയിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു. ഇന്ന് അറിയാൻ കഴിഞ്ഞത് കാരാട്ട് ഫൈസലിന് വാറണ്ടുമായാണ് കസ്റ്റംസ് സംഘം എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്തു. ഇനി അറസ്റ്റിലേക്കും മറ്റ് തുടർ നടപടിയിലേക്കും പോകുമോ എന്ന് നമുക്ക് വരും സമയങ്ങളിൽ അറിയാനിരിക്കുന്നതേയുള്ളൂ. നേരത്തെ കരിപ്പൂർ വഴി 2013 കരിപ്പൂർ വഴി 50 കിലോയോളം സ്വർണം കള്ളക്കടത്ത് നടത്തിയ കേസിൽ 7ാം പ്രതിയാണ് കാരാട്ട് ഫൈസൽ. അന്ന് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. കൊടുവള്ളിയിലെ ഇടത് കൗൺസിലർ കൂടിയാണ്. നാഷണൽ സെക്യുലർ കോൺഫറൻസ് അഥവാ PTI റഹീമിൻ്റെ ഉൾപ്പെടുന്ന ലീഗ് വിഭാഗത്തിലെ കൗൺസിലറാണ് ഈ കാരാട്ട് ഫൈസൽ. ഈ നാഷണൽ സെക്യുലർ കോൺഫറൻസ് ഇപ്പോൾ ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. നേരത്തെ പലതവണ ഈ കാരാട്ട് ഫൈസലിൻ്റെ പേര് ഉയർന്നിരുന്നു. കാരാട്ട് ഫൈസലിനെതിരെയുള്ള കൊഫെ പോസെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇടത് MLA മാർ സർക്കാരിന് കത്ത് നൽകിയത് വലിയ വിവാദമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഒപ്പം തന്നെ CPM സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ ജനജാഗ്രതാ യാത്രയിൽ കാരാട്ട് ഫൈസലിൻ്റെ വാഹനം ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ബിനീഷ് കോടിയേരിയുമായി അടുത്ത ബന്ധം ഈ കാരാട്ട് ഫൈസൽ ഉണ്ട് എന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. ബിനീഷ് കോടിയേരി കാരാട്ട് ഫൈസലിൻ്റെ വീട്ടിൽ സന്ദർശനം നടത്താറുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കസ്റ്റഡിയിലെടുക്കലിനും ഈ പരിശോധനയ്ക്കുമൊക്കെ അങ്ങനെ വലിയൊരു മാനം കൂടി ഉണ്ടെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. ഏതായാലും കാരാട്ട് ഫൈസൽ ഇപ്പോൾ ഈ കസ്റ്റംസിന്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞിട്ടുണ്ട്. വരും സമയങ്ങളിൽ തുടർ നടപടികൾ ഏത് രീതിയിലാകുമെന്ന് നമുക്ക് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഗോപി, ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്. ലൈഫ് മിഷൻ അഴിമതി ആരോപണങ്ങളിലെ CBI അന്വേഷണത്തെ എതിർത്തുള്ള സർക്കാരിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറലുമായ KV വിശ്വനാഥാണ് സർക്കാരിനായി ഹാജരാവുന്നത്. ഡൽഹിയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാവും വിശ്വനാഥൻ വാദിക്കുക. വിവരങ്ങളുമായി വിനീത VG ചേരുന്നു. വിനീത, ഏറെ ശ്രദ്ധേയമായ നടപടിയാണ് CBIക്ക് എതിരെ സർക്കാർ വരുന്നു എന്നുള്ളത്. സ്വാഭാവികമായും ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്? തീർച്ചയായും വളരെയധികം ശ്രദ്ധേയമായ ഒരു സംഭവം തന്നെയാണിത്. കാരണം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് CBI ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത് CBIയുടെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തന്നെയാണ്. CBI കേസ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ KV വിശ്വനാഥനാണ് സർക്കാരിന് വേണ്ടി ഹാജരാകുന്നത്. ലൈഫ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവാണ് ഈ ഒരു ആവശ്യവുമായി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇന്ന് കേസ് കോടതി പരിഗണിക്കുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് സുപ്രീം കോടതി മുതിർന്ന അഭിഭാഷകനാണ് കേസിൽ സർക്കാരിന് വേണ്ടി വാദിക്കുന്നത് തന്നെയാണ്. ഒപ്പം തന്നെ ഇതിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് അനിലക്കര MLAയുടെ നിർദ്ദേശപ്രകാരമാണ്, ആവശ്യപ്രകാരമാണ് ഇത്തരത്തിൽ CBI കേസ് എടുത്തിട്ടുള്ളത്. ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും പറയുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് CBI ഇതുവരെ ഒരു തുറന്ന അന്വേഷണം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഫോറിൻ കോൺട്രിബ്യൂട്ടറി ആക്ട് പ്രകാരം CBI രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ സർക്കാർ തലങ്ങളിൽ പോലും അന്വേഷണം കൊണ്ടുപോകാനോ അത്തരത്തിലൊരു ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യണമെങ്കിലോ പോലും CBIക്ക് സർക്കാരിന്റെ അനുമതി തേടേണ്ട ഒരു കാര്യം ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഇത്തരത്തിൽ ഈ ഫോറിൻ കോൺട്രിബ്യൂട്ടറി ആക്ട് പ്രകാരം വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നതിന് സർക്കാരിനോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ള സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഏജൻസിക്കോ അത് കുഴപ്പമില്ല എന്ന് തന്നെയാണ് ഹർജിയിൽ ഇപ്പോൾ വാദം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ ഈ കേസ് ഒരുപക്ഷെ കോടതിയിൽ ഇന്ന് പരിഗണിച്ചേക്കും. മുതിർന്ന അഭിഭാഷകൻ KV വിശ്വനാഥനാണ് ഇത് ലൈഫ് മിഷന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാവുക. അദ്ദേഹം വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ഹാജരാകുന്നത്. വരും ദിവസങ്ങളിൽ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളെ അടക്കം CBI ചോദ്യം ചെയ്യാൻ ഇരിക്കുകയാണ്. അത്തരത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. യൂണിടാക്കിന്റെ MD സന്തോഷ് ഈപ്പനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും അതോടൊപ്പം കമ്പനിയുടെ ഡയറക്ടറുമായ സീമ സന്തോഷിനെയും കഴിഞ്ഞ ദിവസം CBI ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ വരുന്ന 5-ാം തീയതി CEO ലൈഫ് മിഷൻ CEO UV ജോസിനെയും ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് CBI കടന്നിട്ടുണ്ട്. കൂടുതൽ നിർണായകമായ ചോദ്യം ചെയ്യലുകൾ വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ CBIയുടെ അന്വേഷണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CBIയുടെ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിലെ CBI അന്വേഷണം ചോദ്യം ചെയ്ത് സർക്കാർ കോടതിയിൽ പോയതോടെ വലിയൊരു നിയമയുദ്ധത്തിനാണ് തുടക്കമാവുന്നത്. നേരത്തെ തന്നെ CBIയുടെ വിശ്വാസ്യതയിൽ CPM നേതൃത്വം സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബാബറി മസ്ജിദ് കേസിലെ സുപ്രീം കോടതി വിധിയും CBI വിരുദ്ധ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് ആയുധമാവും.
സ്വർണ്ണക്കടത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്ത സർക്കാർ ലൈഫ് മിഷനിൽ CBI വന്നത് മുതൽ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നതിന് തെളിവായി സർക്കാരും ഇടതുമുന്നണിയും ചൂണ്ടിക്കാട്ടുന്നത് CBI കേസ് ഏറ്റെടുത്ത രീതിയാണ്. CBIയുടെ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. CBIക്കെതിരെയാണ് ഹർജിയെങ്കിലും ഫലത്തിൽ കേന്ദ്ര സർക്കാരുമായുള്ള നിയമ പോരാട്ടമായി ഇത് മാറും. CPMഉം CBIയുമായുള്ള ഏറ്റുമുട്ടൽ ഇതാദ്യമല്ല. ലാവ്ലിൻ കേസ് മുതൽ CBIയുടെ വിശ്വാസ്യത CPM ചോദ്യം ചെയ്തു തുടങ്ങിയതാണ്. CBIയെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെ വരുതിയിലാക്കാൻ BJP നേതൃത്വം ശ്രമിക്കുന്നു എന്ന വിലയിരുത്തലാണ് CPMനും മുന്നണിക്കുമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് CBIയെ കാട്ടി ഭയപ്പെടുത്തേണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. LDF ഗവൺമെന്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗം മാത്രമാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന വിവിധ ഇടപെടലുകൾ. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലിന്റെ ഭാഗമാണിത്. ഞങ്ങളൊന്നും ഭയപ്പെടുന്നില്ല. പക്ഷെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നതിനെ ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കുകയില്ല. ബാബറി മസ്ജിദ് പൊളിച്ച കേസ് തെളിയിക്കാൻ കഴിയാത്തതും CBIയുടെ പക്ഷം ചേരലിന് തെളിവായി ഇടതുമുന്നണിയും സർക്കാരും ഉയർത്തിക്കാട്ടുന്നു. കേന്ദ്ര ഏജൻസികളുടെ നീക്കങ്ങൾക്കെതിരെ നിയമ പോരാട്ടത്തിനൊപ്പം ശക്തമായ രാഷ്ട്രീയ പ്രചാരണവും നടത്താനാണ് തീരുമാനം. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതിനകം അതിന് തുടക്കം കുറിച്ചിട്ടുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്ന സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സന്ദീപ് നായരുടെ അപേക്ഷ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. രഹസ്യമൊഴി നൽകാൻ NIA കോടതി സന്ദീപിന് അനുവാദം നൽകിയിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ സത്യം വെളിപ്പെടുത്താൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് സന്ദീപ് നായർ NIA കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CRPC 164 അനുസരിച്ച് രഹസ്യമൊഴി നൽകാൻ അനുവാദം നൽകിയത്. ഇത് സംബന്ധിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ NIAയും സന്ദീപ് നായരും നൽകിയ അപേക്ഷ ഇന്ന് പരിഗണിക്കും. കാര്യങ്ങൾ തുറന്നു വെളിപ്പെടുത്തിയാൽ മാപ്പസാക്ഷിയാക്കിയേക്കും എന്ന പ്രതീക്ഷയിലാണ് സന്ദീപ്. എന്നാൽ രഹസ്യമൊഴിയിലൂടെ കേസന്വേഷണത്തെ വഴിതെറ്റിക്കാനാണോ സന്ദീപിന്റെ നീക്കമെന്ന് NIAയ്ക്ക് സംശയമുണ്ട്. അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ പറയാത്ത വിവരങ്ങൾ രഹസ്യമൊഴിയിൽ പറഞ്ഞാൽ NIAയ്ക്ക് അത് സഹായകമാകും. കേസന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ലാത്ത സാഹചര്യത്തിൽ സന്ദീപിന്റെ മൊഴി പിടിവള്ളിയാകുമോ എന്നും NIA ഉറ്റുനോക്കുന്നു. അതേസമയം അന്വേഷണ സംഘത്തിന്റെ അറിവോടെ സന്ദീപിനെ മാപ്പുസാക്ഷിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 കൊച്ചി. കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗഹത്തിനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തു. നിലമ്പൂർ സ്വദേശിയായ സിബി വയലിൽ എന്നയാൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ. നിലമ്പൂർ നഗരസഭയുടെ പരിപാടികൾക്ക് സിബി നൽകിയ സ്പോൺസർഷിപ്പിനെ കുറിച്ചാണ് എൻഫോഴ്സ്മെന്റ് അന്വേഷിച്ചതെന്ന് ആര്യാടൻ ഷൗഹത്ത് പറഞ്ഞു. നിലമ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മേരിമാത എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് മേധാവിയായ സിബി വയലിൽ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ആര്യാടൻ ഷൗക്കത്തിനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തത്. MBBS ഉൾപ്പെടെ കോഴ്സുകൾക്ക് സീറ്റ് തരപ്പെടുത്തി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നായി 10 കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയതിന് വിവിധയിടങ്ങളിൽ സിബിക്കെതിരെ കേസുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ നഗരസഭാ ചെയർമാനായിരിക്കെ നിരവധി പരിപാടികൾക്ക് സിബി വൻതുക സ്പോൺസർ നൽകിയിരുന്നു. ഇതിൽ അസ്വാഭാവികത കണ്ടതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യൽ. കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യൽ 10 മണിക്കൂർ നീണ്ടു. സിബി നൽകിയ സ്പോൺസർഷിപ്പിന്റെ കണക്കുകളാണ് ഇഡി ചോദിച്ചതെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. സിബി എന്ന് പറയുന്ന ഒരാള് കുറെ ആളുകളടുത്തുനിന്ന് ഈ കാശ് തട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം ഞാൻ മുനിസിപ്പൽ ചെയർമാനായ സമയത്ത് മുനിസിപ്പാലിറ്റി ഫംഗ്ഷൻസിന് കുറെ പൈസ ചെലവഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു സംഗതിയാണ്. അപ്പൊ അതിന് 10 വർഷത്തെ മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ സ്പോൺസർഷിപ്പ് ഇല്ല എന്നുള്ള കാര്യങ്ങൾ അതിന്റെ അക്കൌണ്ട്സ് മുഴുവൻ സ്റ്റേറ്റ്മെന്റ് കാണിച്ചു കൊടുത്തു. അത് കാണിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു, കാണിച്ചു കൊടുത്തു. മാധ്യമങ്ങളിൽ പരസ്യം നൽകിയാണ് സിബി തട്ടിപ്പ് നടത്തിയിരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ നിന്ന് സിബി മത്സരിച്ചിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. പാലാ സീറ്റ് ലക്ഷ്യം വെച്ചുള്ള ജോസ് കെ മാണിയുടെ നീക്കങ്ങൾക്കെതിരെ നിലപാട് കടുപ്പിച്ച മാണി സി കാപ്പൻ. രാജ്യസഭാ സീറ്റ് വാങ്ങി ഒത്തുതീർപ്പിന് ഇല്ല. പാലാ കുട്ടനാട് സീറ്റുകൾ വിട്ടു നൽകാനാവില്ലെന്ന് ശരത് പവാറിനെ നേരിട്ട് കണ്ട് അറിയിച്ചതായി മാണി സി കാപ്പൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഈ സീറ്റ് വിട്ടുകൊടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഞാൻ അഖിലേന്ത്യാ പ്രസിഡന്റ് ശരത് പവാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത് ഒരു കാരണവശാലും LDF ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കൂടെയുള്ളൊരു ഘടകകക്ഷിയുടെ 2 സീറ്റ് കുട്ടനാടും പാലായും പിടിച്ചെടുത്ത് വെച്ചും വേറെ ഒരു സാധനം കൂടെ ചുമന്നുകൊണ്ട് വരേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ആ നിലയ്ക്ക് അങ്ങനെ LDFൽ ഇങ്ങനെ ചർച്ച വന്നിട്ടില്ല. ഇങ്ങനെ ആരും എന്നോട് സംസാരിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയോ സംസ്ഥാന സെക്രട്ടറിയോ കോടിയേരിയോ
കാനോ ആരും എന്നോട് ഇങ്ങനെ LDF കൺവീനറോ ഇങ്ങനെ ഒരു വിഷയം ഞങ്ങളോട് ആരോടും NCPക്കാരോട് സംസാരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ പറയാൻ കഴിയും ഈ സീറ്റ് വിട്ടുകൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? ഇത് വിട്ടുകൊടുക്കുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. ജോസ് കെ മാണി വരുന്നതിന് ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബാക്കി എല്ലാ സൗകര്യങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷേ ഞങ്ങൾ ജയിച്ച സീറ്റുകൾ വിട്ടിട്ട് ഒരു കളിക്ക് ഞങ്ങളില്ല. ശ്രീത്താണ് ചേരുന്നത്. ശ്രീത്ത്, ജോസ് കെ മാണി വന്നോട്ടെ, ബാക്കി എല്ലാ സൗകര്യങ്ങളും ചെയ്യാം, പക്ഷേ പാല വിട്ടൊരു കളിയില്ല. എങ്ങനെയാണ് കാര്യങ്ങൾ? ഗോപി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിയുടെ ഇപ്പോൾ ഉള്ള രാജ്യസഭാ സീറ്റ് കാപ്പന് നൽകുന്നു. അങ്ങനെ പാലാ സീറ്റ് ഏറ്റെടുക്കും എന്നുള്ളതായിരുന്നു ഇതുവരെ കേട്ടിരുന്നത്. പക്ഷേ അതിനെ കാപ്പൻ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഇത് സംബന്ധിച്ച് ചില ധാരണകളായതായാലും ജോസ് പക്ഷത്തെ ചില നേതാക്കൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത്തരം ധാരണകളിലേക്ക് ഒന്നും എത്തിയില്ല എന്നാണ് കാപ്പൻ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വത്തെ കണ്ടു, ശരത് പവാറിനെ കണ്ടു തന്നെ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. താൻ കണ്ടു, അതിന് പിന്നാലെ AK ശശീന്ദ്രനും കണ്ട് ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നാണ് കാപ്പൻ വ്യക്തമാക്കുന്നത്. എന്തായാലും രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് വേണ്ട എന്ന നിലപാടും കാപ്പൻ തുറന്നു പറയുകയാണ്. എന്തായാലും ശക്തമായ ഒരു നിലപാടിലേക്ക് തന്നെ കാപ്പൻ എത്തുന്നു. എങ്ങനെയാണ് ഇനി പാലയിൽ ഒരു അനുനയ നീക്കം ഉണ്ടാകുക എന്നതാണ് പ്രസക്തമായിട്ടുള്ളത്. പ്രത്യേകിച്ച് പാലയും കുട്ടനാടും NCPയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. ഈ 2 സീറ്റും ജോസ് വിഭാഗം മത്സരിച്ചിരുന്ന സീറ്റ് കൂടി ആയതാണ് ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ജോസിന്റെ ഒരുപക്ഷെ ഇടതുമുന്നണി പ്രവേശനത്തിൽ ഇക്കാര്യങ്ങളൊക്കെ ഒരു ധാരണയാകാത്തതാകാം വൈകുന്നത് എന്ന് കൂടി ചേർത്ത് വായിക്കേണ്ടി വരും. ശ്രീത്താണ് വിവരങ്ങൾ നൽകിയത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് തടസ്സപ്പെടുത്തുന്നു എന്ന് കാണിച്ച CBI സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കും. എന്നാൽ കേസ് ഡയറി ക്രൈംബ്രാഞ്ച് ഉടൻ വിട്ടു നൽകില്ല. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന സർക്കാരിന്റെ ഹർജിയിൽ വിധി വന്ന ശേഷം കേസ് ഡയറി കൈമാറിയാൽ മതിയെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. കേസ് CBIക്ക് വിട്ടപ്പോൾ തന്നെ കേസ് ഡയറിയും അനുബന്ധ രേഖകളും വിട്ടുകൊടുക്കാൻ അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് മേധാവിയുടെ അനുമതി തേടിയെങ്കിലും ലഭിച്ചിരുന്നില്ല. കേസ് ഡയറി നൽകേണ്ട എന്നത് സർക്കാർ തീരുമാനമാണെന്നാണ് CBI വിലയിരുത്തൽ. അതിനാലാണ് പിടിച്ചെടുക്കുമെന്ന മുന്നറിയിപ്പോടെ നോട്ടീസ് നൽകി നിലപാട് കടുപ്പിച്ചത്. നോട്ടീസിന്റെ മറുപടിക്കായി ഒരാഴ്ച കാത്തിരിക്കും. നടപടിയുണ്ടായില്ലെങ്കിൽ സുപ്രീം കോടതിയെ അറിയിക്കും. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നുള്ള സർക്കാരിന്റെ ഹർജിയിൽ കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനോടൊപ്പമാവും 1 വർഷമായി അന്വേഷണം തടസ്സപ്പെടുത്തുന്നു എന്ന് CBI അറിയിക്കുക. സർക്കാരിന്റെ ഹർജി സുപ്രീം കോടതി തീർപ്പാക്കും വരെ CBIക്ക് ഫയൽ കൈമാറേണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. പുതിയ കേസെന്ന നിലയിൽ അന്വേഷിക്കാനാണ് ഹൈക്കോടതി ഉത്തരവ്. അതിനാൽ അന്വേഷണം തുടങ്ങാൻ കേസ് ഡയറി വേണമെന്ന് നിർബന്ധമില്ലെന്നാണ് പോലീസിന്റെ വാദം. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്ത് ലോക്ക്ഡൌൺ ഇളവ് 5ാം ഘട്ടത്തിൽ തിയേറ്ററുകളും മൾട്ടിപ്ലക്സുകളും തുറക്കാൻ അനുമതി. പകുതി സീറ്റുകളിൽ മാത്രമേ പ്രവേശനം അനുവദിക്കൂ. സ്കൂളുകളും കോളേജുകളും തുറക്കുന്നത് ഘട്ടം ഘട്ടമായി നടപ്പാക്കാനും ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഒക്ടോബർ 15 മുതൽ 50% ആളുകളെ പ്രവേശിപ്പിച്ച് തിയേറ്ററുകളും മൾട്ടിപ്ലക്സുകളും തുറക്കാമെന്നാണ് നിർദ്ദേശം. സ്കൂളുകൾ തുറക്കുന്ന കാര്യം സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. പൊതുപരിപാടികളിലെ പങ്കാളിത്തവും സംസ്ഥാനങ്ങൾക്ക് നിശ്ചയിക്കാം. സ്കൂളിലെത്താൻ വിദ്യാർത്ഥികളെ നിർബന്ധിക്കരുത്. ഇതിനായി രക്ഷിതാക്കളുടെ സമ്മതപത്രം വാങ്ങണം. വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് മാത്രമേ ക്ലാസുകൾ പ്രവർത്തിക്കാവൂ. സ്കൂളുകളിൽ ഹാജരാകാൻ താൽപ്പര്യമില്ലാത്ത കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സിന് അവസരം ഒരുക്കണം. കോളേജുകളിലെ ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് ലാബുകൾ ഉപയോഗിക്കാൻ അനുമതിയുണ്ട്. കണ്ടെയ്ൻമെന്റ് സോൺ ഒഴികെയുള്ള ഇടങ്ങളിൽ അമ്യൂസ്മെന്റ് പാർക്കുകൾ തുറക്കാം. കായിക താരങ്ങൾക്ക് നീന്തൽക്കുളങ്ങൾ ഉപയോഗിക്കാം. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഒഴികെ സംസ്ഥാനങ്ങൾ പ്രാദേശിക ലോക്ഡൌൺ ഏർപ്പെടുത്തുന്നതിന് കേന്ദ്രാനുമതി വേണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം കേരളത്തിൽ തിയേറ്റർ ഉടമകൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അംഗീകരിച്ചാലേ തിയേറ്റർ തുറക്കൂവെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ FIOC വ്യക്തമാക്കി. വിനോദ നികുതി പൂർണ്ണമായി എടുത്തു കളയണം. വൈദ്യുത ഫിക്സഡ് ചാർജിൽ ഇളവ് വേണം. 50% കാഴ്ചക്കാരുമായി തിയേറ്റർ പ്രവർത്തിപ്പിക്കാനാകില്ലെന്നും FIOC ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്ത് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് വയനാട് ഒഴികെ എല്ലാ ജില്ലകളിലും കുതിച്ചുയരുന്നു. മലപ്പുറത്ത് 20 മുകളിലും തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിൽ 18 മുകളിലുമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. കോവിഡ് ബാധിച്ച് മരിച്ചതിൽ 98% മുകളിൽ പേരും ഗുരുതര രോഗങ്ങൾ ഉള്ളവരാണെന്നും ആരോഗ്യവകുപ്പിന്റെ വീക്കിലി റിപ്പോർട്ടിൽ പറയുന്നു. സെപ്റ്റംബർ 4ാം ആഴ്ചയിലെ കോവിഡ് റിപ്പോർട്ടാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടത്. എല്ലാ ജില്ലയിലും കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുകയാണ്. 100 പേരെ പരിശോധിക്കുമ്പോൾ കോവിഡ് പോസിറ്റീവാകുന്നവരുടെ എണ്ണം അഥവാ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് സംസ്ഥാനത്ത്. മലപ്പുറത്താണ് ഏറ്റവും ഉയർന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. കഴിഞ്ഞ ആഴ്ച 16.2 ആയിരുന്നത് 22.8 ഉയർന്നു. തിരുവനന്തപുരത്ത് 18.3 കാസർഗോഡ് 18.4 ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്.
കൊല്ലം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 10-ന് മുകളിലാണ്. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചു മരിച്ചവരിൽ 98% മറ്റ് ഗുരുതര രോഗങ്ങളുള്ളവരാണ്. ആകെ മരണത്തിൽ 70% കൂടുതലും 60 വയസ്സിന് മുകളിലുള്ളവരും. അതിനാൽ പ്രായമായവരെയും ഗുരുതര രോഗങ്ങളുള്ളവരെയും സുരക്ഷിതമായി ഇരുത്തണമെന്നാണ് നിർദ്ദേശം. അതിന് വീട്ടുകാരെ പരിശീലിപ്പിക്കണം. രോഗലക്ഷണങ്ങളുള്ളവരെ വേഗത്തിൽ കണ്ടെത്തി ക്വാറന്റൈൻ ചെയ്യുന്നതിനാകണം എല്ലാ ജില്ലകളിലും പ്രാധാന്യം നൽകേണ്ടതെന്നും കോവിഡ് വീക്കിലി റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. കൂടുതൽ രോഗികളുള്ള തിരുവനന്തപുരത്ത് തന്നെയാണ് കേസ് പെർ മില്യൺ കൂടുതൽ. 10 ലക്ഷം പേരിൽ 1691 പേർ തിരുവനന്തപുരത്ത് കോവിഡ് ബാധിതരാകുന്നു എന്നാണ് കണക്ക്. പത്തനംതിട്ട, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലും കേസ് പെർ മില്യൺ കൂടുതലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് വ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്ക് പ്രധാന ചുമതല നൽകാൻ സർക്കാർ തീരുമാനം. സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരുടെ അധികാരങ്ങളോടെ ഇവരുടെ സേവനം പ്രയോജനപ്പെടുത്തും. ആരോഗ്യം, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകൾ ഒഴികെ ഉള്ളവയിലെ ഉദ്യോഗസ്ഥരാണ് കോവിഡ് പരിശോധനാ നടപടികൾക്ക് വേണ്ടി നിയമിക്കുക. ഹത്രാസ് കൂട്ടബലാത്സംഗത്തിനെതിരായ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെ ഉത്തർപ്രദേശിൽ വീണ്ടും കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടി മരിച്ചു. ബൽറാംപൂരിൽ കോളേജിൽ നിന്ന് മടങ്ങി വരുന്ന വഴിയാണ് 22 വയസ്സുള്ള പെൺകുട്ടിയെ അക്രമികൾ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. ബലാത്സംഗത്തിന് ശേഷം അക്രമികൾ പെൺകുട്ടിക്ക് വിഷം കുത്തിവെച്ചു എന്നാണ് റിപ്പോർട്ട്. പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങൾ തകർന്ന നിലയിലായിരുന്നു. സംഭവത്തിൽ 2 പേർ പിടിയിലായതായി പോലീസ് പറയുന്നു. ഉത്തർപ്രദേശിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കൂടുതൽ വാർത്തകൾ ചുരുക്കത്തിൽ. കണ്ണൂർ ന്യൂമാഹി അഴീക്കലിൽ CPM BJP സംഘർഷം. 3 CPM പ്രവർത്തകർക്കും 3 BJP പ്രവർത്തകർക്കും പരിക്കേറ്റു. അഴീക്കലിനും സമീപപ്രദേശത്തും പോലീസ് നിരീക്ഷണം ശക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ഓഗസ്റ്റ് 12 പ്രസിദ്ധീകരിച്ച കരട് പട്ടികയാണ് പുതുക്കി പ്രസിദ്ധീകരിക്കുന്നത്. ജോസ് കെ മാണി വിഭാഗത്തിന് 2 ചിഹ്നം അനുവദിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിനെതിരെ ജോസ് വിഭാഗം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വസ്തുതകൾ പരിശോധിക്കാതെയുള്ള ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യം. പാലാരിവട്ടം പാലത്തിൽ കോൺക്രീറ്റ് കട്ടിംഗ് പുരോഗമിക്കുന്നു. പാലത്തിലെ ടാർ പൂർണ്ണമായും നീക്കി. നാഗമ്പടം പാലം പൊളിച്ച പള്ളാശ്ശേരി എർത്ത് വർക്കേഴ്സിനാണ് പൊളിച്ചു നീക്കുന്നതിന്റെ ചുമതല. ബംഗളൂരുവിൽ നിന്ന് കാണാതായ 2.5 വയസ്സുകാരിയെ കളിക്കാവിളയിൽ കണ്ടെത്തി. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി ജോസഫ് ജോണാണ് കുഞ്ഞിനെ കടത്തിയത്. കുഞ്ഞിനെ കാണാനില്ലെന്ന് കാട്ടി അമ്മ കർണാടകയിലെ പോലീസ് സ്റ്റേഷനിൽ 2 ആഴ്ച മുമ്പ് പരാതി നൽകിയിരുന്നു. തമിഴ്നാട് പോലീസ് ചൈൽഡ് കെയർ സെന്ററിലാക്കിയ കുട്ടിയെ ഇന്ന് കർണാടക പോലീസിന് കൈമാറും. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 3,41,00,000, മരണം 10,18,000 കടന്നു. ബ്രിട്ടനിൽ വീണ്ടും കോവിഡ് വ്യാപനം നിയന്ത്രണാതീതമായി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ലാറ്റിൻ അമേരിക്കയിൽ മാത്രം 3.5 കോടിയിലേറെ പേർ തൊഴിൽ രഹിതരായി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. റിലയൻസ് റീറ്റെയിലിൽ നിക്ഷേപിച്ച സിൽവർ ലേക്കിന്റെ സഹ നിക്ഷേപകരും 1,875 കോടി രൂപയാണ് സിൽവർ ലേക്ക് സഹസ്ഥാപനങ്ങൾ മുതൽ മുടക്കിയത്. സിൽവർ ലേക്ക് നേരത്തെ 7,500 കോടി നിക്ഷേപിച്ചിരുന്നു. ഇതോടെ സിൽവർ ലേക്ക് സ്ഥാപനങ്ങളുടെ നിക്ഷേപം 9,375 കോടിയായി. സിൽവർ ലേക്കിന് റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സിന്റെ 2.13% ഓഹരികൾ ലഭിക്കും. ജനറൽ അറ്റ്ലാന്റിക്, KKR എന്നിവയും റിലയൻസ് റീറ്റെയിലിൽ മുതൽ മുടക്കിയിരുന്നു. റിലയൻസ് റീറ്റെയിലിൽ എത്തിയ ആകെ നിക്ഷേപം ഇതോടെ 13,050 കോടിയായി. റിലയൻസ് സ്ഥാപനങ്ങളിൽ തുടരുന്ന ആഗോള നിക്ഷേപം വിശ്വാസ്യതയുടെ തെളിവാണെന്ന് സിൽവർ ലേക്ക് സഹ CEO എഗൺ ഡെർമൻ പറഞ്ഞു. കൊയിലാണ്ടി മഞ്ചേശ്വരം ഫിഷിംഗ് ഹാർബർ ഉദ്ഘാടന ചടങ്ങിനെ ചൊല്ലി വിവാദം. വി മുരളീധരനെ പങ്കെടുപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേന്ദ്രമന്ത്രിമാർ വിട്ടുനിൽക്കുമെന്ന് BJP അറിയിച്ചു. രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഹാർബറുകൾ ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം കേന്ദ്രമന്ത്രിമാരായ ഗിരിരാജ് സിംഗും പ്രതാപ് ചന്ദ്ര സാരംഗിയും പങ്കെടുക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. ഇതേ ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രിയായ വി മുരളീധരനെ പങ്കെടുപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് കത്തയച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മുരളീധരനെ ചടങ്ങിൽ പങ്കെടുപ്പിക്കാത്തത് എന്നാണ് BJP ആരോപണം. ജില്ലാ വാർത്തകളിലേക്ക്.